പരിശുദ്ധ അമ്മ കന്യകാമറിയം മക്കളുടെ ആവശ്യങ്ങളിൽ മധ്യസ്ഥത വഹിക്കാനും സഹായിക്കാനും എപ്പോഴും ഓടിയെത്തുന്ന സ്നേഹമയിയായ അമ്മയാണ്. ബൈബിളിൽ ഏറ്റവും വ്യക്തവും മനോഹരവുമായ പല തെളിവുകളുമുണ്ട്. എലിസബത്തിൻ്റെ അടുത്തേക്കുള്ള അമ്മയുടെ ധൃതി പിടിച്ചുള്ള യാത്ര ഇതിനുദാഹരണമാണ്. ലൂക്കാ സുവിശേഷകൻ 1-ാം അധ്യായം 39-ാം തിരുവചനത്തിൽ ഗബ്രിയേൽ മാലാഖ വഴി തൻ്റെ ബന്ധുവായ എലിസബത്ത് 6-ാം മാസമായി ഗർഭിണിയാണെന്ന വാർത്തയറിഞ്ഞപ്പോൾ നിമിഷ നേരം കൊണ്ട് മറിയം ഒട്ടും മടിക്കാതെ മലനാട്ടിലേക്ക് ധൃതിയിൽ യാത്രയാവുകയാണ്. താൻ ദൈവമാതാവാകാൻ പോകുന്നു എന്ന വലിയ സന്തോഷത്തിലും മറ്റൊരാളുടെ ആവശ്യനേരത്ത് ഓടിയെത്താനുള്ള ആ വലിയ മനസ്സാണ് അമ്മയിൽ നമുക്ക് കാണാൻ കഴിയുക. അമ്മയുടെ വരവും അഭിവാദനവും എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവും വലിയ സന്തോഷവും കൊണ്ടുവന്നു. ഇതുപോലെ നമ്മുടെ ആവശ്യ സമയങ്ങളിൽ നമ്മൾ പോലും അറിയാതെ പരിശുദ്ധാത്മാ കൃപയും ആയിട്ട് പരിശുദ്ധ അമ്മ എത്തുന്നുണ്ട് എന്നതാണ് വലിയ കാര്യം, വലിയ സത്യവും. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടുന്നത്. അടുത്ത കാര്യം, യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളിൽ കാനായിലെ കല്യാണ വിരുന്നിൽ സംഭവിച്ചത് നമുക്കെല്ലാവർക്കും അറിയാം. ഒരു കുടുംബത്തിൻ്റെ ലജ്ജയും വിഷമവും ഒഴിവാക്കാൻ ആരും വന്ന് അപേക്ഷിക്കുന്നതിന് മുമ്പ് അമ്മ മുൻകൈ എടുക്കുന്ന ദൃശ്യമാണ് അവിടെ കാണുന്നത്. വീഞ്ഞ് തീർന്നു പോയ കാര്യം വീട്ടുകാർ പോലും അറിയുന്നതിന് മുൻപേ അമ്മ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. ഈശോയെ അവർക്ക് വീഞ്ഞില്ല എന്ന് ശുപാർശ ചെയ്യുകയും വേലക്കാരോട് അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ എന്ന് വഴികാട്ടുകയും ചെയ്തു അമ്മ. അങ്ങനെ അവിടെ ആദ്യത്തെ അത്ഭുതം നടക്കാൻ അമ്മ കാരണമായല്ലേ? അതുപോലെ നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധ അമ്മ നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ഇല്ലായ്മ മനസ്സിലാക്കി, നമ്മളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി, നമ്മെ ആരുടെ മുമ്പിലും അപമാനിതയാക്കാതെ സംരക്ഷിക്കുന്ന വലിയ സ്നേഹമാണ് പരിശുദ്ധ അമ്മയ്ക്ക്. നമ്മെ മറ്റുള്ളവരുടെ മുമ്പിൽ മാനിക്കുന്ന അനുഭവം, നമ്മൾ കൊച്ചാകുന്നത്, നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ചെറുതാകുന്നത് അമ്മയ്ക്ക് ഇഷ്ടമില്ല. അതിനു മുമ്പേ അമ്മ നമ്മുടെ കാര്യത്തിൽ ഇടപെടും. ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, നമ്മൾ അമ്മയോട് ചേർന്ന് നിന്നാൽ മതി, അമ്മയ്ക്കായി ജീവിച്ചാൽ മതി. അമ്മയോട് ചേർന്ന് നിൽക്കുന്നവരെ അമ്മ ഒരിക്കലും കൈവിടില്ല. അവരെ അമ്മ മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടുത്തില്ല, അമ്മ മാനിച്ചുയർത്തും. അടുത്ത കാര്യം നമ്മൾ കാണുന്നത് കുരിശിൻ ചുവട്ടിലെ സാന്നിധ്യമാണ് അമ്മയുടേത്. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 26-27 തിരുവചനങ്ങളിൽ ഏറ്റവും കഠിനമായ വേദനയുടെയും ഒറ്റപ്പെടലിൻ്റെയും നിമിഷങ്ങളിൽ മകൻ്റെ കൂടെ ഉറച്ചു നിന്ന അമ്മയുടെ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കുരിശിൻ ചുവട്ടിൽ വെച്ച് ഈശോ യോഹന്നാൻ ശ്ലീഹായോട് ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയെ നമ്മൾ ഓരോരുത്തരുടെയും അമ്മയായി നൽകി. നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളോ ആവശ്യങ്ങളോ ഉണ്ടാകുമ്പോൾ കാനായിൽ ചെയ്തതുപോലെ ഈശോയുടെ അടുക്കൽ നമ്മുടെ പ്രാർത്ഥനകൾ എത്തിക്കുവാൻ അമ്മ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. കാൽവരി ചുവട്ടിൽ വെച്ച് പരിശുദ്ധ അമ്മയെ നമുക്ക് മുഴുവൻ അമ്മയായി നൽകിയപ്പോൾ ആ അമ്മയുടെ സഹായം എപ്പോഴും നമുക്ക് ഉണ്ട് എന്നുള്ളതിന് ഉറപ്പാണ് ഇവിടെ കാണാൻ കഴിയുക. തൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ഓടിയെത്തുന്ന സ്നേഹനിധിയായ പരിശുദ്ധ കന്യകാമറിയം നമ്മുടെ എല്ലാം ആവശ്യങ്ങളിലും ഓടിയെത്തും. അതാണ് ഗർഭിണിയായ എലിസബത്തിനെ സഹായിക്കാൻ മലനാട്ടിലേക്ക് ധൃതിയിൽ ഓടിയെത്തിയതുപോലെ തന്നേക്കാൾ ഉപരി മറ്റുള്ളവരുടെ വിഷമങ്ങൾക്ക് മുൻഗണന നൽകുന്ന അമ്മയ നമ്മുടെ ആവശ്യങ്ങളിലും ഓടിയെത്തും. നമ്മുടെ കുറവുകൾ പരിഹരിച്ച് തരും. നമ്മുടെ കുറവുകൾ തിരിച്ചറിഞ്ഞ് ഈശോയോട് മധ്യസ്ഥത വഹിച്ച് നമുക്കത് കാര്യം സാധിച്ചു തരും. ജീവിതത്തിലെ ഏറ്റവും കഠിനമായ വേദനകളിലും നിരാശകളിലും നമ്മെ ഒരു നാളും ഉപേക്ഷിക്കാതെ കൂടെ നിൽക്കുമെന്നുള്ളതിന് ഉറപ്പാണ് പരിശുദ്ധ അമ്മ. ആ കുരിശിൻ ചുവട്ടിലുള്ള ആ നിൽപ്പ് പരിശുദ്ധ അമ്മയുടെ. അതിനാൽ നാം വിളിച്ചപേക്ഷിക്കുന്ന ഏത് നിമിഷത്തിലും നമ്മുടെ സങ്കടങ്ങൾ ഈശോയുടെ തിരുമുമ്പിലെത്തിക്കാനും നമ്മെ ചേർത്ത് പിടിക്കാനും പരിശുദ്ധ അമ്മ തീർച്ചയായും ഓടിയെത്തും. പരിശുദ്ധ അമ്മ തീർച്ചയായും ഓടിയെത്തും. നമ്മെ ചേർത്ത് പിടിക്കാനും നമ്മുടെ ആവശ്യങ്ങൾ ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കാനും പരിശുദ്ധ അമ്മ ഓടിയെത്തും. വിളിച്ചാൽ വിളി കേൾക്കുന്ന അമ്മ സ്വർഗം തുറന്ന് നമ്മുടെ അടുക്കൽ ഓടിയെത്തും.